താരാട്ടുപാടുവാനമ്മയുണ്ടല്ലോ, താളം പീഡിക്കുവാൻ അച്ഛനുണ്ടല്ലോ, കണ്ണും പൂട്ടി ഉറങ്ങുകനുജൻ കണ്ണേ പൊന്നാര പൊന്നു മകന്, അച്ഛനും അമ്മയും ചാരത്തിരിപ്പൂ ചെന്നേ നീ ഉറങ്ങോമന കുട്ടൻ. താരാട്ടുപാടുവാൻ അമ്മയുണ്ടല്ലോ, താളം പീഡിക്കുവാൻ അച്ഛനുണ്ടല്ലോ. ഇത്തരം കാഴ്ചകൾ നമുക്കിന്ന് അന്യമാവുകയാണ്. നാട്ടിൻപുറങ്ങളിൽ ചിലപ്പോൾ അപൂർവമായി മാത്രം ഈ താരാട്ടുപാട്ട് കേൾക്കാം. പക്ഷേ സമീപഭാവിയിൽ ഇങ്ങനെ താരാട്ടുപാടിയും പ്രസവരക്ഷ ചെയ്തും സ്നേഹം ചാലിച്ച പരിപാലന മുറയിൽ നമ്മുടെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ആരോഗ്യവതികളും സൗന്ദര്യവതികളുമാക്കിയ വൈറ്റാട്ടികൾ ഉണ്ടായെന്നു വരില്ല. താരാട്ടുപാടുവാൻ അമ്മയുണ്ടല്ലോ, താളം പീഡിക്കുവാൻ അച്ഛനുണ്ടല്ലോ, കണ്ണും പൂട്ടി ഉറങ്ങുകനുജൻ കണ്ണേ പൊന്നാര പൊന്നു മകന്. ആധുനിക വൈദ്യശാസ്ത്രം വിസ്മയങ്ങൾ കാട്ടിയപ്പോൾ നമ്മുടെ നാട്ടറിവുകൾ ഒട്ടുമിക്കതും അന്യം നിന്നു പോവുകയാണ്. തലമുറകളായി പകർന്നു വന്ന ചില പാരമ്പര്യ നാട്ടറിവുകൾ കൈമാറാൻ ആളില്ലാതെയും ആരും ശ്രദ്ധിക്കാതെയും നമ്മിൽ നിന്ന് മാഞ്ഞു പോകുന്നു. അത്തരത്തിൽ മാഞ്ഞുപോയ ഒരു കാഴ്ചയാണ് പണ്ട് നമ്മുടെ വീടുകളിൽ പ്രസവരക്ഷ ചെയ്തിരുന്ന വൈറ്റാട്ടികൾ. ഹോം നേഴ്സും മിഡ്വൈഫുമൊക്കെയായി അവർ രൂപാന്തരപ്പെടുമ്പോൾ 3 തലമുറകളായി വൈറ്റാട്ടിയായി തുടരുന്ന വള്ളിയമ്മ വേറിട്ടൊരു കാഴ്ച തന്നെയാണ്. അന്യം നിന്ന് പോവരുതെന്ന് നാം ആഗ്രഹിക്കുന്ന ഇത്തരം ചില കാഴ്ചകൾ ഇന്നും നമ്മുടെ നാട്ടിൻപുറങ്ങളിലുണ്ട്. ആധുനിക കാലത്തിൻ്റെ കാഴ്ചയിൽപ്പെടാത്ത വള്ളിയമ്മയെയാണ് ഈ ലക്കം കാഴ്ചപ്പതിപ്പ് പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും കാഴ്ചപ്പതിപ്പിലേക്ക് സ്വാഗതം. വായൂരമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും, ദേവകുമാരനെ കാണും, വിളിച്ചിട്ടും കണ്ടില്ല, ഒരു അലയാൽ തറയിരുന്നില്ല, ആശ്രമവനത്തിലും നല്ലപുരത്തിലും അയ്യപ്പൻ കാവിലും കണ്ടില്ല. ഇങ്ങനെ കാലിൻ്റെ തൊടി എടുക്കും, എന്നിട്ട് കാല് ഉഴിയും. എന്നിട്ട് ഓട്ടുമാര് പറയും ഉഴിയണ്ടാന്ന്, കാല് വളയില്ല. അപ്പോൾ എന്നിട്ട് അതൊക്കെ ഉഴിഞ്ഞ് വിരലിൻ്റെ ഇടയ്ക്ക് എടുത്ത് പിന്നെ വയറ് പരത്തു ഉഴിഞ്ഞ് പുക്കിളമർക്കും. പിന്നെ കഴുത്ത് പിടിക്കും. ചില കുട്ടികൾക്ക് കഴുത്തുണ്ടാവില്ല, അപ്പം ഞാനൊക്കെ അങ്ങനെ പിടിച്ചിട്ട് പൊക്കി ആട്ടും. അപ്പൊ കഴുത്ത് വരുമോ? പിന്നെ ആടി എടുക്കും, ചുണ്ടമർത്തും, ചെവി എടുക്കും, പിന്നെ മൂക്കെടുക്കും, പിന്നെ തല ഒടുവ കുളിപ്പിക്കുകയുള്ളൂ. മുഖം ഒടുവ കുളിപ്പിക്കുക, ഇടിച്ചിട്ട് ഇങ്ങനെ കമുത്തി പിടിച്ചിട്ട് മുഖം കഴുകും. എന്നിട്ട് മൂക്ക് വലിക്കും വായ കൊണ്ട്, നീര് പിടിച്ച് വരാണ്ടിരിക്കാൻ. അത് കാരണം കൊണ്ട് ആൾക്കാരിങ്ങനെ ബുക്ക് ചെയ്യും. അപ്പം ഞാൻ എന്തോളം പോണ ഒരു കുട്ടിക്ക്. 3 തലമുറകളായി വൈറ്റാട്ടിയായി തുടരുന്ന തൃശൂർ ചെമ്പുക്കാവിൽ വെളുത്തൂക്കാരൻ വീട്ടിൽ വള്ളിയമ്മ വേറിട്ടൊരു കാഴ്ച തന്നെയാണ്. 14 വയസ്സിൽ തുടങ്ങിയതാണ് പ്രസവരക്ഷ ചെയ്യുന്ന ജോലി. 7 ആൺമക്കളെ പ്രസവിച്ച വള്ളിയമ്മയ്ക്ക് ഇപ്പോൾ വയസ്സ് 75 വള്ളിയമ്മയുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് രാവിലെ 5 മണിക്കാണ്. ഒറ്റമുറിയുള്ള ഈ കുഞ്ഞു വീട്ടിൽ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ വീട്ടിൽ അധികം ജോലിയൊന്നുമില്ല. ഉള്ള ജോലികളെല്ലാം ഒതുക്കി 7 മണിക്ക് തന്നെ മറ്റുള്ള വീടുകളിലെത്തും. പ്രസവരക്ഷയ്ക്ക് വേണ്ട മരുന്ന് തയ്യാറാക്കലും, വെള്ളം തിളപ്പിക്കലും, താളി ഉണ്ടാക്കലും, മഞ്ഞൾ അരയ്ക്കലും, കുഞ്ഞിനെ കുളിപ്പിക്കലും, അങ്ങനെ ആ വീട്ടിലെ മറ്റെല്ലാ ജോലിയും ഒറ്റയ്ക്ക് ചെയ്തു തീർക്കും. അതിനുശേഷം അടുത്ത വീട്ടിലേക്ക്. അങ്ങനെ ഒരു ദിവസം കുറഞ്ഞത് 5 വീട്ടിലെങ്കിലും മുഴുവൻ ജോലിയും തീർക്കും. അടുപ്പ് പിടിച്ച് അവിടെ കലം വെച്ചു, അതിൽ വെള്ളം നിറച്ച് 40 മുഴം പൊടിയിടും, പിടിയെന്ന് പിടിക്കും. അതിട്ടിട്ട് ഞാൻ വാഴഞ്ഞാൽ അതൊക്കെ എല്ലാം ഇട്ടിട്ട് അവിടെ ഇരുന്ന് കത്തിക്കും, തിളയ്ക്കണ വരെ. തിളച്ചിട്ട് പൊടി താഴണം, വെള്ളം ചോര കളറാവും. എന്നിട്ട് വന്നിട്ട് മഞ്ഞ താലി ഉറക്കും, തലയിലേക്ക് തല കുളിപ്പിച്ച് കെട്ടിയിട്ടാണ്
പിന്നെ മഞ്ഞൾ ഇടുള്ളൂ, അല്ലെങ്കിൽ മുടിയിലാവില്ലേ. അങ്ങനെ താലി അരിച്ചെടുത്തിട്ട് അവിടെ വയ്ക്കും. എന്നിട്ട് മഞ്ഞൾ അരയ്ക്കും. മഞ്ഞൾ അരച്ച് കുഴമ്പ് ചൂടാക്കി അതിൽ ഒഴിക്കും മഞ്ഞളിൽ. എന്നിട്ട് തല കുളിപ്പിച്ച് കെട്ടിയിട്ട് തോർത്തുകൊണ്ട് കെട്ടിയിട്ട് മഞ്ഞളും കുഴമ്പും കൊണ്ടുപോയിട്ട് പുരട്ടും കുട്ടീനെ. കുഴമ്പ് കെട്ടിയിട്ട് അത് തന്നെ വന്നിട്ട് കടലമാവ് കണ്ട മെഴുക്ക് പോവാൻ അത് ഇഞ്ച അത് പാത്രത്തിലാക്കും. അതവിടെ കൊണ്ടുവയ്ക്കുന്നിട്ട് എന്നിട്ട് വെള്ളം തിളപ്പിച്ച് കൊണ്ടുവന്ന് ഒഴിച്ച് കുട്ടി വന്നിരുന്ന് കുഴമ്പൊക്കെ അടിച്ചൊഴിഞ്ഞ് കളഞ്ഞിട്ട് കടലമാവ് ഇഞ്ചാക്കി എന്നിട്ട് കുളിപ്പിക്കും. മരിക്കുവോളം ദൈവം ആരോഗ്യം തരുവോളം ഈ ജോലിയെല്ലാം ഒരു സുഹൃതമായി കാണുകയാണ് വള്ളിയമ്മ. നിങ്ങളുടെ നാട്ടിലെ വായാടി പെണ്ണുങ്ങൾ തിന്നരൻ ചോദിക്കും പൂങ്കുഴിയിലെ നാട്ടുമാവിൻ്റെ കൊമ്പിലിരുന്നു നിലക്കുയിലൊന്നു നീട്ടിപ്പാടി നാട്ടുമാവിൻ്റെ ചോട്ടിലിരുന്നു നാടൻ പെണ്ണുങ്ങളോ ഏറ്റുപാടി. തലമുറകളായി പകർന്നു കിട്ടിയ ഈ പാരമ്പര്യ നാട്ടറിവുകളും മരുന്നുണ്ടാക്കലുമെല്ലാം ഇത്തരം വൈറ്റാട്ടികൾ ഇല്ലാതാവുന്നതോടെ നമുക്ക് അന്യമാവും. ഗതകാല സ്മരണകൾ നെഞ്ചോട് ചേർത്ത് ഇപ്പോഴും ഒരു മടിയുമില്ലാതെ വീട് വീടാന്തരം കയറിയിറങ്ങി ചുറുചുറുക്കോടെ തന്റെ കൃത്യനിർവഹണം നടത്തുന്നു. അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല വള്ളിയമ്മ. കാരണം തന്നെ കാത്തിരിക്കുന്നത് ഭാവിയിലെ കുഞ്ഞു സുന്ദരന്മാരും സുന്ദരികളുമാണെന്ന് വള്ളിയമ്മയ്ക്ക് അറിയാം. ഈ കുഞ്ഞുങ്ങളെ ആരോഗ്യവാന്മാരാക്കണം. ഹൃദയം നിറഞ്ഞ് ആത്മാർത്ഥതയോടെയുള്ള കരുതലാണ്. അതല്ലാതെ വഴിപാടായി കൂലിക്ക് വേണ്ടി മാത്രമുള്ള ജോലിയല്ല വള്ളിയമ്മയ്ക്ക് ഇത്. ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 6000 പേർക്ക് ചെയ്തിട്ടുണ്ട്. 6000 പോരാ, ചുരുക്കി ഞാൻ പറയണു. 14 വയസ്സിൽ തുടങ്ങി കമ്പൗണ്ടർ അവിടെ അവരുടെ 4 കുട്ടികളുടെ പേര് നോക്കി. അവരുടെ കുട്ടികളിപ്പോൾ കല്യാണം കഴിഞ്ഞു, അവർ പറ്റൂ. പിന്നെ അവരുടെ അനിയും കൂടെ ഉണ്ടായിരുന്നു ആശുപത്രിയിൽ ജോലിയുള്ളത്. അതിൻ്റെ 3 കുട്ടികളുടെ പേര് അവരുടെ 3 കുട്ടികളുടെ പേര് നോക്കി. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി. 100 വരും ചെയ്യണം. ചിലവർക്ക് ഞാൻ അത്രയും നിൽക്കില്ല, അപ്പോഴേക്കും വേറെ ആയില്ലേ, അതിന് പോകും. അത് കൂടെ 4 വീട്ടിൽ പഠിക്ക് പോകണം. ഒന്ന് ഗാന്ധി നായരിൽ അവിടെയും പേര് നോക്കി തന്നെ അവർ വിടില്ല. അവർ ഞാൻ വടി കുത്തി പിടിച്ചു വേണേൽ അവരുടെ അമ്മ പറഞ്ഞാണ് വിടായിരുന്ന പണി നല്ല നീച്ചണേ. അതല്ല ഇപ്പോൾ അതേ ഗുരു വിളിച്ചു പിള്ളേറ്റുകാർ. ഞാൻ പറഞ്ഞ എല്ലാം കൂടിയാവില്ല, ഇവിടുത്തെ കഴിയുമ്പോൾ അങ്ങോട്ട് വരുമല്ലോ വെച്ചു ഇല്ലാന്ന്. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും നാവൂറ് പാടുന്നതും ദൃഷ്ടിദോഷം അകറ്റാനായി മന്ത്രം ജപിക്കുന്നതും മറ്റും ആർക്കും പറഞ്ഞു കൊടുക്കില്ല. മന്ത്രത്തിന്റെ ശക്തി പോകും. മന്ത്രം ഓതി കുഞ്ഞുങ്ങളുടെ രോഗം മാറുമ്പോൾ നിരവധി പേർ വള്ളിയമ്മയെ ബുക്ക് ചെയ്ത് കാത്തിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഓടിയെത്തുന്നില്ല, തിരക്ക് തന്നെയാണ്. സ്നേഹം ചാലിച്ച ഇത്തരം പരിപാലന മുറകളിൽ എത്രയോ പെണ്ണുങ്ങളാണ് അനായാസം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത്. തലമുറകളായി തുടരുന്ന ഈ പാരമ്പര്യ നാട്ടറിവുകളിലൂടെ നല്ല പരിചരണം ലഭിച്ചതും പ്രസവരക്ഷ കിട്ടിയതും ഭാഗ്യമായി കരുതുകയാണ് വള്ളിയമ്മയുടെ നാട്ടിലെ സ്ത്രീകൾ. മോളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തേക്കണത് നന്നായി ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും നമുക്ക് എന്റെ ഷേപ്പും അവളുടെ ഷേപ്പും കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ആളത് പറയും കൂടി ചെയ്തു, നിന്റെ പോലെ ആവാതിരിക്കാൻ ഞാൻ നന്നായി ഒഴിഞ്ഞു കുളിപ്പിച്ചിട്ട് എന്ന് പറയണക്ക് എപ്പോഴും പറയാളത്. അവളെ കാണുമ്പോഴേ മോള് നല്ല ഷേപ്പൊക്കെ ഉള്ള ശരീരമാണ്. അപ്പൊ ഞാൻ കുളിപ്പിച്ച കാരണം അവളെ കണ്ട ശരിയാണത്. നന്നായി ഒഴിയായിരുന്നു, എണ്ണയൊക്കെ പറ്റി നന്നായി ഒഴിഞ്ഞ് കഴുത്തൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ആട്ടും. നമുക്ക് കാണുമ്പോ പേടിയാവും. കഴുത്ത് പിടിച്ച് ഇങ്ങനെ കുട്ടിയുടെ കഴുത്ത് പിടിച്ചാട്ടുമ്പോഴേ കഴുത്ത് ഇടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ അരഭാഗമൊക്കെ പിടിച്ച് ഇങ്ങനെ നല്ല. പിന്നെ എന്നിട്ട് അത് കഴിഞ്ഞ പിന്നെ ശേഷം ഞാൻ കുളിപ്പിക്കുമ്പോ അതേപോലെ എണ്ണയൊക്കെ പറ്റി
മൂക്ക് വലിക്കും. കുളിപ്പിച്ച് കഴിഞ്ഞാൽ മൂക്ക് നമ്മള് വായോണ്ട് വലിച്ചിട്ട് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ പോവാനായിട്ടേ മൂക്കിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ പോവാ. പിന്നെ പൊക്കിളൊക്കെ നല്ല പോലെ കൈ വിരലിട്ടിട്ട് ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി ആരാ അതൊക്കെ ചെയ്യാനായിട്ട്. ഏഴ് മക്കളെ പ്രസവിച്ചെങ്കിലും 2 പേർ മാത്രമാണ് ശേഷിക്കുന്നത്. 5 ആൺമക്കൾ മരിച്ചതിലുള്ള സങ്കടം ഉള്ളിലൊതുക്കുമ്പോഴും അതെല്ലാം നിഷ്പ്രയാസം മറക്കാൻ സാധിക്കുന്നത് ഈ കുരുന്നുകളുടെ മുഖം കാണുമ്പോഴാണ്. അത്രയ്ക്ക് ആത്മസംതൃപ്തിയാണ് കുഞ്ഞുങ്ങളെ പരിപാലിക്കുമ്പോൾ ലഭിക്കുന്നത്. പ്രസവം കഴിഞ്ഞാൽ അത് സുഖപ്രസവമാണെങ്കിലും സിസേറിയനാണെങ്കിലും അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ട എല്ലാ മരുന്നുകളും വള്ളിയമ്മ തന്നെയാണ് തയ്യാറാക്കുന്നത്. 90 ദിവസമാണ് പരിരക്ഷ. ചിലപ്പോൾ അത് 4-5 മാസം നീണ്ടേക്കാം. അത് ചുക്കും ചക്കര ആദ്യം ഉണ്ടാക്കും, വയറ് ചുമ്മ, എന്നിട്ട് ഉള്ളി ലേഖ ഉണ്ടാക്കും, എന്നിട്ട് പൂക്കല്ല ലേഖ ഉണ്ടാക്കും, കോഴിമരുന്നുണ്ടാക്കും. അത് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാനത് ഉണ്ടാക്കണ്ട. കോഴിമരുന്ന് ഉണ്ടാക്കി കൊടുക്കണം. 4 കൂട്ടം ഉണ്ടാക്കും. എന്നിട്ട് വയറ് ചുറ്റി കെട്ടും. കുളി കഴിഞ്ഞ വേണ്ട വയറാണ് നീ കുട്ടിക്ക് ഇപ്പൊ കണ്ട. അതിനെ വയറ് ഓയിൽ സാരി മുറിച്ച് ചീന്തി നടുമടക്കി കയ്യിൻ്റെ വീതിയിൽ അപ്പം ആരോഗ്യം വരും. ഇവര് ചീട്ടറിയാൻ എല്ലാവരും ഇതെവിടുന്ന് ഇത്ര വയസ്സായിട്ട് ആരോഗ്യം വരണം. ഞാൻ പറഞ്ഞു ദൈവം തരുന്നതാണ്, അല്ലാണ്ട് ആരും. സ്നേഹത്തോടെ പാട്ടും പാടി ഇങ്ങനെ മരുന്നും കഷായവും എണ്ണയും എല്ലാം ഉണ്ടാക്കുമ്പോൾ 3 തലമുറകളുടെ കൈപുണ്യമാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് ഈ വയറ്റാട്ടികൾ പകർന്നു നൽകുന്നത്. ഈ കാഴ്ച കാണുന്ന വീട്ടുകാർക്കും എന്തെന്നില്ലാത്ത ആനന്ദം. പക്ഷേ ആധുനിക വൈദ്യശാസ്ത്രം വിസ്മയങ്ങൾ കാട്ടിത്തുടങ്ങിയപ്പോൾ പഴയ കാലങ്ങളിലെ സുഖപ്രസവമൊന്നും ഇന്നത്തെ സ്ത്രീകൾ അനുഭവിക്കുന്നില്ല. അതല്ലെങ്കിൽ അവരെ അതിന് അനുവദിക്കുന്നില്ലെന്നാണ് വള്ളിയമ്മയുടെ പരാതി. ഞാൻ പറയും കുട്ടികൾ ഇന്നലെ നെല്ലിന്ന് ചെന്നപ്പോ ഈ വണ്ണുണ്ട് ഇരിക്കുക കസാരയിൽ ഇങ്ങനെ. മോളെന്തെങ്ങനെ ഇരിക്കണേ? അവൾ പറ്റം വരയില്ല, അവിടെ വരെ നടന്നുണ്ട്. തടി അങ്ങോട്ട് പോട്ടെ. അമ്മത്തെ അമ്മക്കൊരു പൊന്തിനൊക്കെ തേൻ മേടിച്ച് പറ്റിട്ടാ, അല്ലെങ്കിൽ അടികൊള്ളിണ്ടിരിക്കുന്നു എന്നൊക്കെ പറയും. അമ്മയ്ക്ക് ഇഷ്ടം അമ്മ ഉപ്പത്തേക്കിന്നെ. അമ്മ നല്ല ആരോഗ്യം, നല്ല കളറാ. പണ്ടൊക്കെ ഇങ്ങനെ ഓപ്പറേഷൻ ഉണ്ടാ, ഈ ക്യാൻസറിൻ്റെ ഒന്നുമില്ല. ഇപ്പോൾ തന്നെ പ്രസവിക്കുന്ന പെണ്ണുങ്ങളെ നോവുമ്പോഴേക്കും അവർ ഓപ്പറേഷൻ കഴിക്കും. തന്നെ പ്രസവിക്കാൻ സമ്മതിക്കുന്നുണ്ട്. അവർ കാശിട്ടില്ലേ. എന്നോട് ഒരിക്കൽ പറയാം, അവരെ ഉടമസ്ഥനോട് പറയാം, കാലൂരി അരുത് കേട്ടാ, മൂക്കെടുക്കരിക്കുക കേട്ടാ, നെറ്റൂരി അരിക്കും. ഞാൻ പറഞ്ഞു ആ ഡോക്ടർ പറയണേ, ഞാനാ ഡോക്ടർ, കാലൂരിയും കയ്യൂരിയും എല്ലാം ചെയ്യും. അവർ വേഗം ഓപ്പറേഷൻ ചെയ്യുന്ന കുട്ടികളെ തന്നെ പ്രസവിക്കാൻ സമ്മതിക്കില്ല. അതന്നെ കാശിട്ടില്ലേ ഓപ്പറേഷന് എത്ര രൂപയാ? അല്ല പിന്നെ. വള്ളിയമ്മ 7 മക്കളെയും പ്രസവിച്ചത് വീട്ടിൽ തന്നെയാണ്. ഇതുപോലെ പരിരക്ഷയൊന്നും അന്ന് കിട്ടിയില്ല. ഭർത്താവിന്റെ അടുത്ത് നിന്ന് ഒരിറ്റ് സ്നേഹം പോലും. കഷ്ടപ്പെട്ട് ജോലി ചെയ്താണ് മക്കളുടെയെല്ലാം വിവാഹം നടത്തിയതും ഒരു മുറിയുള്ള ഈ തേക്കാത്ത വീടുണ്ടാക്കിയതും. 8 വർഷം മുൻപ് മരിച്ച ഭർത്താവ് അയ്യപ്പൻകുട്ടിയുടെ അടിയന്തരം വരെ നടത്തിയതും. 14 വയസ്സിൽ തുടങ്ങിയ കഷ്ടപ്പാടുകൾ ഇപ്പോഴും തുടരുകയാണ്. എൻ്റെ അമ്മ എന്നെ പെറ്റിട്ട് 1 വയസ്സായപ്പോൾ മരിച്ചു. അച്ഛണ്ടാണ്. അച്ഛൻ എന്നിട്ട് അമ്മ മരിച്ചു. നിങ്ങൾ ഒത്തിരി കാലമായപ്പോൾ അച്ഛൻ 2 പെണ്ണ് കെട്ടി. ഒരു പെണ്ണ് കെട്ടി ഗർഭമുണ്ടായിട്ട് അത് മരിച്ചു. അപ്പം എൻ്റെ മാമൻ പട്ടാളത്തിലായിരുന്നു, അവിടെ അടുത്ത് തന്നെയാണ്. മാമൻ പട്ടാളത്തിൽ നിന്ന് വന്ന് പറയും, നിൻ്റെ പെങ്ങന്മാരുടെ കുട്ടികളെ കൊണ്ട് നോക്കിക്കോ നീ എന്ന് പറയും. അപ്പോൾ മാമൻ പറയും, അല്ലെങ്കിട്ട് തന്നോ, ഞാൻ നോക്കിയുള്ളൂ. മാമനെ ഞങ്ങളൊക്കെ നോക്കിയില്ല. അമ്മാനത്തെ നല്ല സ്നേഹമായിരുന്നു, കവണത്തിലായിരുന്നു, ആന പോലെയാ. അച്ഛൻ കഷായൊക്കെ വെച്ച് തരും. അന്ന് വെക്കല്ലേ, ചുക്കും ചക്കരയൊക്കെ ഉണ്ടാക്കിയാലും ഞാൻ തിന്നണേനും പകരം ഉരുട്ടിയിട്ട് ചെമ്പിൻ്റെ മീതപ്പം കണക്കിന് കഴിക്കുന്നത് പുറത്തേക്ക് ഇടും, കഴിക്കില്ല. കഷായം ഒഴിക്കും, കുടിക്കുന്നതിന് കണക്കാക്കിയിട്ട് പുറത്തേക്ക് ഒഴിക്കും. ആരും കാണില്ല. അങ്ങനെ എന്നാലും ദൈവം തന്നെ ആരോഗ്യം. ഒരു സാധനം ഞാൻ കഴിച്ചിട്ടില്ല. അച്ഛൻ ഉണ്ടാക്കിയൊരു അമ്മാനത്തെ അവരൊക്കെ ചീത്ത പറയുമ്പോൾ അത് തന്തയും തലയില്ലാത്ത കുട്ടി, നിങ്ങൾ അതിനെ പറയരുതെന്ന് പറയും. അന്നൊക്കെ നല്ല ആരോഗ്യമുണ്ട്. കരിങ്കല്ല് പണിക്ക് പോവും. 4 ആൾ പിടിച്ച് തന്നെ കരിങ്കല്ലെടുക്കുക. ആ മടൊക്കെ പറഞ്ഞത് ഞാനാ.
കോണിയും കൂടെ നൂലുമ്മ സിമെന്റും ചാക്ക് കയറ്റണം. വാദിച്ച് സിമെന്റും ചാക്ക് ചോക്കും കാശിന്. പണ്ടൊക്കെ പ്രസവം കഴിഞ്ഞാൽ വിശ്രമമൊന്നുമില്ലാതെ ഉടൻ വീട്ടിലെ ദാരിദ്ര്യം അകറ്റാനായി പാടത്തും മറ്റും ഞാറ് നടാൻ പോകണം. കാരണം പട്ടിണി തന്നെ. പ്രസവരക്ഷയോ വിശ്രമമോ ഒന്നുമില്ല. പ്രസവിച്ച കുഞ്ഞുങ്ങളെ മുതിർന്ന മക്കൾ നോക്കിക്കൊള്ളും. ഞാൻ 7 പ്രസവിച്ചു. എങ്ങനെയാന്നാ കൊയ്യാൻ പോവും. ഇതൊക്കെ നല്ലായിരുന്നു പണ്ടുണ്ടാക്കിയത്. വയറിൽ നിലത്ത് മുട്ടും നടുമ്പൊക്കെ. അത്ര വയറുണ്ടാവും. ഒരുപാട് വയറുണ്ടാവും. തന്ത കുടിച്ചു വന്നില്ല കള കൂട്ടും. അപ്പോൾ വീട്ടിൽ സിനിമയ്ക്കൊന്നും പോകാൻ പറ്റില്ല. 13 വയസ്സിൽ കല്യാണം കഴിച്ചു വന്നങ്ങട് താണിയോടത്ത് എൻ്റെ വീട്. അപ്പോൾ അവരൊക്കെ പറയും കത്തി എടുക്കുമ്പോൾ പ്രസവിക്കാൻ പറ്റില്ലൊക്കെ എന്ന് ചോദിക്കും. അതൊക്കെ ദൈവം ഒരുക്കി തരും എന്ന് പറഞ്ഞാൽ അവരുച്ചരിഞ്ഞ് കത്തിയെടുക്കാൻ വിളിക്കുമ്പോൾ ഞാൻ അവിടെ പറ്റൂ. ഞാൻ തന്നെ പ്രസവിക്കും. അത് ഇരുന്നിട്ടാ പ്രസവം. അമ്മായിമ്മ ഒരു തുണി കെട്ടി തരും. നോക്കുന്നില്ല. അമ്മായിമ്മയ്ക്ക് അർപ്പ. ഞാൻ തന്നെ കുഴിച്ചു വയറടിച്ചൂരി നിങ്ങൾക്ക് മിറ്റത്ത് മറ കിട്ടാന്നൊക്കെ. ഞാൻ പോയി അവിടെ കാലും കിട്ടിയിരുന്ന് അടിച്ചുരിഞ്ഞ് എൻ്റെ മൂത്തോന് 10 വയസ്സായപ്പോൾ അവൻ വെള്ളം ചൂടാക്കി കൊണ്ടുവച്ച് തരും. അറ്റം 10 കാലുമല വരിക മുറ്റുപാട്ടിന്ന്. ഒടുവിൽ 16 ചെക്കനായിരുന്നു സിനിമയിലേക്ക് എടുത്തതാ. പിന്നെ പഠിപ്പും പന്തളിയിൽ കയറ്റാൻ കണ്ട ഞെട്ടും കണ്ട അത്ര നല്ല ഭംഗി. എൻ്റെ കുട്ടികളൊന്നും ആരെയും പറയാൻ പറ്റില്ല ആർക്കും. പ്രസവം കഴിയുമ്പോൾ തൊടാൻ പോണ നേഴ്സ് ഇവിടെ ഉണ്ടല്ലോ, അവരെ വിളിക്കും ബുക്കിലൂടെ മുറിക്കും. പിന്നൊക്കെ ഞാൻ തന്നെ ചെയ്യല്ല. തീ കത്തിയിൽ അരി വയ്ക്കിലൊക്കെ ചെയ്യും. 10 കുളിച്ച് വന്നാൽ തോട്ടിൽ പോയി കുളിക്കണം. ആ തോട് കണ്ട അന്നൊക്കെ നല്ല തോടായിരുന്നു. അവിടെ പോയി കുളിച്ച് ഒന്ന് അരി വയ്ക്കുക. അപ്പോഴേക്ക് ഇയാൾ കുടിച്ച് വന്ന് തീ കോരി ഇടുന്നേത്തൊക്കെ കുടിച്ചിട്ട് ബോധമില്ലാണ്ട് തീ കോരിയിട്ടുണ്ട് തന്നെ. എന്നിട്ട് അനിയൻ്റെയൊക്കെ അതിൻ്റെ തൊട്ട് അനിയൻ്റെക്കൻ്റെ വീട് തറവാട്. അവൻ വന്നിട്ട് നീ എന്തുകൊണ്ടാണ് കാണിക്കുന്നത്, നീ ചെലവിന് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ 2 അടി അടിച്ച് ഇപ്പോൾ വീണു ആള്. പിന്നെ ഒരു സദ്യക്ക് മുണ്ട് നല്ലത് കൊടുത്ത് പോകാൻ പാടില്ല. ആണുങ്ങൾ മേത്ത് മുട്ടെന്ന് പറയും. അങ്ങനെ സംശയ രോഗിയാണ്. പാടത്തെ പണിക്കും മറ്റു വീട്ടുജോലിക്കും എല്ലാം പുറംപണിക്കും പോകും. ജോലിയെല്ലാം ചെയ്തിരുന്നത് വളരെ ആസ്വദിച്ചു തന്നെയാണ്. അക്കി നീലിയും വെള്ളച്ചുകളിയാണ് ഓലിലല്ലീലോ ലല്ലീലോ. ഇങ്ങനെ 4 ചെറുമികളാണാമേ ഓലിലല്ലീലോ ലല്ലീലോ. കാളിക്ക് നിത്യം കാളത്തിൽ പണിയാണ് ഓലിലല്ലീലം ലല്ലീലം. കാളിക്ക് നിത്യം കാളത്തിൽ പണിയാണേ ഓലിലല്ലീലോ ലല്ലീലോ. ഉച്ചയ്ക്ക് പണി മാറ്റി കഞ്ഞിക്ക് പോകുമ്പോൾ ഓലിലല്ലീലോ ലല്ലീലോ. കുളത്തിലിറങ്ങി കൂളിയും കഴിഞ്ഞാമ്മേ ഓലിലല്ലീലോ ലല്ലീലോ. ചാണക്ക ചെന്നോരോ ചന്ദനാ പൊട്ടും തൊട്ട് ഓലിലല്ലീലോ ലല്ലീലോ. ചാണക്ക ചെന്നോരോ ചന്ദനാ പൊട്ടും തൊട്ടു ഓലിലല്ലീലോ ലല്ലീലോ. എൻ്റെ 7 കുട്ടികളെ ആശാട്ടിയുടെ മുറ്റത്ത് കളം പണി അവിടെ കൊയ്ത് വയ്ക്കാൻ അവിടെ കൊണ്ടിരുത്തും. മാപ്പിളമ്മ നോക്കും. ഞാൻ അവരവിടെ ഇരുത്തിയിട്ട് കൊയ്യാൻ പോകും. മുല കൊടുക്കേണ്ട നേരം വരുമ്പോൾ മാപ്പിളമ്മ വിളിക്കും. അല്ലേ എങ്ങോട്ട് വാ കുട്ടിക്ക് മുല കൊടുത്തിട്ട് പോകുന്ന പറയും. അങ്ങനെ ഇയാൾ നോക്കിയിട്ടൊന്നല്ല ചത്തത് നന്നായിന്ന് ചെയ്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതേമാതിരി തമ്പി ഒരാൾക്ക് ഇതിൽ വരാൻ പറ്റില്ല, കൊല്ലും. ഭർത്താവ് അയ്യപ്പൻകുട്ടിക്ക് മുനിസിപ്പാലിറ്റിയിലായിരുന്നു ജോലി. കളകൾക്ക് മരുന്ന് തളിക്കുന്ന ജോലി. ഭർത്താവിന്റെ മരണശേഷം പെൻഷൻ ലഭിക്കുന്നത് കൂടാതെ വീടുകളിൽ പണിയെടുത്ത് കിട്ടുന്ന പൈസയും എല്ലാം ശേഷിക്കുന്ന 2 മക്കളും കുടുംബവും പിന്നെ മരിച്ചുപോയ മക്കളുടെ പേരക്കുട്ടികളും മാസാമാസം കൃത്യസമയത്ത് വാങ്ങാനെത്തും. എന്നിട്ടപ്പോൾ അച്ഛൻ മരിച്ചു. അപ്പോൾ ആ പെൻഷൻ മേടിക്കാൻ തിരക്കല്ലേ. ഇപ്പോൾ പുതിയ ആൾക്കാരൊക്കെ ചേർന്നതല്ലേ. അപ്പോൾ ബാങ്കിലേക്ക് അയക്കും പെൻഷൻ 9,000.
അത് 2000 ഞാൻ അവിടെ പിടിപ്പിക്കും. എനിക്ക് ഈ ആരും നോക്കാനില്ല. 7 ആൺമക്കളായിരുന്നു. പെണ്ണില്ല, അതുകൊണ്ട് നോക്കാനില്ല. അപ്പൊ ഇങ്ങനെ നടന്നിരിക്കുമ്പോ ഇരിക്കണം, അല്ലാണ്ട് പിള്ളേരൊന്നും നോക്കില്ല. അവരൊക്കെ കാശുകാരാ, നമ്മളെ നോക്കുന്നില്ല. നമ്മളെ പഠിച്ചുകൊണ്ട് വന്നിട്ട്. ഇപ്പോൾ കൂട്ടിനായുള്ളത് ബന്ധുവായ ഗോപാലനാണ്. ഓട്ടോ ഡ്രൈവറായ ഇദ്ദേഹമാണ് വള്ളിയമ്മയെ ജോലിക്കായി എത്തിക്കുന്നത്. അത്ര കണ്ട് തിരക്കിലാണ് ഇപ്പോൾ വള്ളിയമ്മ. ആള് ചൂടായി രക്ഷയില്ല. പറഞ്ഞ നേരത്ത് വരില്ലേ, ഓരോ രാജ്യത്തേക്ക് പോകും. മുമ്പ് ഒരു വട്ടം നോക്കിയിട്ടുള്ളതാണെങ്കിൽ അവര് വെള്ളിയമ്മനെ വേണമെന്ന് പ്രത്യേകം പറയും. അങ്ങനെ ഒരു ഇതുണ്ട്. ഒരു വട്ടം പോയി കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ആ ഒരു സ്വഭാവമാണ്. ഇതിപ്പോ അവസാനത്തെ ഒരു കണ്ണിയാണ് ഈ ഭാഗത്ത്. 14 വയസ്സായപ്പോ കമ്പൗണ്ടർ എവിടെയാ നാടാടം നോക്കിയത്. അതിന്റെ ഇടയ്ക്ക് പോക്കറിന് പോകും. ഞായറാഴ്ച ദിവസം പോകും പോക്കറിന്. സപ്തതിയുടെ നിറവിലും ചുറുചുറുക്കോടെ ജോലിയിൽ വ്യാപൃതയാണ് വള്ളിയമ്മ. പൊടിക്കാനും ഇടിക്കാനും അലക്കാനും മറ്റും യന്ത്രങ്ങൾ വന്നതോടുകൂടി മെയ്യനങ്ങാതെ മൂക്കറ്റം ഭക്ഷണം കഴിച്ച് വെറുതെ ഇരുന്ന് അവസാനം തടി കുറയ്ക്കാനായി ഹെൽത്ത് ക്ലബ് അന്വേഷിച്ച് പരക്കം പായുന്ന നമ്മുടെ സ്ത്രീകൾക്ക് മാതൃക തന്നെയാണ് വള്ളിയമ്മ. വേദനിക്കാതെ ആശങ്കയില്ലാതെ പ്രസവിക്കാൻ ആശുപത്രികളാണ് നല്ലതെന്ന് ചിന്തിക്കുന്ന നമ്മുടെ ന്യൂ ജനറേഷന് ഇത്തരം വൈറ്റാട്ടിമാരുടെ പുണ്യം മനസ്സിലാകില്ല. മെയ്യനങ്ങി പണിയെടുത്താൽ ആരോഗ്യത്തിന് ഒരു കുറവും വരില്ലെന്ന് ഇത്തരം ജീവിതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. 75ന്റെ നിറവിലും തന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം ഇതുതന്നെയാണെന്നാണ് വള്ളിയമ്മയുടെ സാക്ഷ്യം. ഒപ്പം എല്ലാം ദൈവത്തിന് സമർപ്പിക്കുന്നു, ആയുരാരോഗ്യത്തോടെ നടത്തിയതിന്. ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിളിക്കണേ എന്ന ആഗ്രഹവും. അതൊക്കെ ദൈവം തന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പോഴും അതെ ആൾക്കാർ പറയാം, അത്ര പ്രായമായിട്ട് ഈ 5-6 പേരുള്ള പണി ഇങ്ങനെ എടുക്കണം. നിങ്ങൾ പ്രാവണ്ട, ഞാൻ അറിയില്ല. ഞാൻ ഒരു സാധനം കഴിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ദൈവം തന്നെ. ഞാൻ ദൈവത്തിനെ മാത്രം പ്രാർത്ഥിക്കും. ഗുരുവായൂർ ആകാശിക്ക് പോകും, അപ്പോൾ തുറപ്പുഴയാറ് പോകും, കോട്ടയിൽ പ്രാർത്ഥനയ്ക്ക് പോകും, കളമശ്ശേരി പോകും, തലൂര് പോകും, ദൂർദുപള്ളിയിൽ പോകും. അവരൊക്കെ പ്രാർത്ഥന എല്ലാവരെയും കൂടി എന്നെ സഹായിക്കണമെന്ന് മാത്രം. എനിക്കാരും പഠിപ്പിച്ചൊന്നല്ല, ദൈവം മാത്രം ഒരിക്കലും. പിന്നെ പ്രാർത്ഥനയ്ക്കൊക്കെ പോകും. ഇവരുടെ പ്രാർത്ഥനയ്ക്ക് പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ആത്മാർത്ഥതയോടെ ഇങ്ങനെ നാടൻ പാട്ടും പാടി തലമുറകളുടെ പുണ്യം കൈമാറുന്ന വൈറ്റാട്ടികൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ മാഞ്ഞു പോവുകയാണ്. നമുക്ക് അന്യമാവുന്നത് പാരമ്പര്യമായി കൈമാറി വന്ന നാട്ടറിവുകളാണ്. ലോകത്തിന്റെ കുതിപ്പുകൾക്കിടയിലും ഗതകാല സ്മരണകൾ നെഞ്ചോട് ചേർത്ത് പച്ച പരിഷ്കാരങ്ങളുടെ ഓരം ചേർന്ന് ഇത്തരക്കാർ ജീവിക്കുന്നുണ്ട് എന്ന് നമ്മൾ മറക്കാതിരിക്കുക. അവിടത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ആദ്യ താണ്ടിലെ അനുഭവം പോൽ ലോകത്തിലഭിഷയം നടന്നിടും. വീരതയോടെ ഞാൻ സേവം ചെയ്യും, അഭിഷേകം ചെയ്തിടണേ. സ്നേഹം ചാലിച്ച പരിപാലന മുറകളിൽ നാട്ടിൽ എത്രയോ പെണ്ണുങ്ങളാണ് അനായാസം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത്. വേദനിക്കാതെ ആശങ്കയില്ലാതെ പ്രസവിക്കാൻ ആശുപത്രികളാണ് നല്ലതെന്ന് ചിന്തിക്കുമ്പോൾ വള്ളിയമ്മമാർ ഇല്ലാതാകുന്നു. തലമുറകളായി കൈമാറി വന്ന പാരമ്പര്യ നാട്ടറിവുകൾ പക്ഷേ വിസ്മൃതിയിലാവരുതെന്ന് ആഗ്രഹിക്കുന്നവർ തിരിഞ്ഞു നോക്കാൻ ആവശ്യപ്പെടുകയാണ്. ഗതകാല സ്മരണകൾ നെഞ്ചോട് ചേർത്ത് ഒരു വൈറ്റാട്ടിയെങ്കിലും നമുക്കിടയിലുണ്ടെന്ന് ആശ്വാസത്തോടെ ഓർക്കുക. ഒരു കാഴ്ചയ്ക്കും വേണ്ടാത്ത വള്ളിയമ്മ ആരുടെയെങ്കിലും കാഴ്ചയിൽപ്പെട്ടെങ്കിലെന്ന് കാഴ്ചപ്പതിപ്പ് ആശിക്കുന്നു. കാഴ്ചപ്പതിപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും സ്നേഹവും ശാസനയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വിലാസം: കാഴ്ചപ്പതിപ്പ്, കെയർ ഓഫ് ജീവൻ TV, പാലാരവട്ടം, കൊച്ചിൻ 25. ഞങ്ങളുടെ മെയിൽ ID kaachapadiപ്പ്@jeevan.tv. ടെലിഫോൺ നമ്പർ 8086009211. കാഴ്ചയെയും കാഴ്ചയിൽ പെട്ടുപോയവരെയും
കാഴ്ചയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെയും ഒരു കാഴ്ചയ്ക്കും വേണ്ടാത്തവരെയും കുറിച്ചുള്ള കാഴ്ചപ്പതിപ്പ് ഇനി അടുത്ത ശനിയാഴ്ച രാത്രി 10:30. നമസ്കാരം.